മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഈ മധുരമൊഴി നിങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും കൂടുതൽ മധുരകരമാക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ മധുരമൊഴിയെ കൂടുതൽ മധുരകരമാക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാട്ടുചേട്ടനാണ്. മാട്ടുചേട്ടൻ പല പ്രാവശ്യം നമ്മളുടെ ഈ കപ്പിൾസിൻ്റെ സീറ്റിലിരുന്ന് നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെച്ച ആളാണ്. മാട്ടുചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഇന്നുള്ള കുടുംബം ബഹുമാനപ്പെട്ട സുനിലേട്ടനും ബിജുമോൾ ചേച്ചിയുമാണ്. ഇവർ കൊല്ലത്ത് നിന്ന് വരുന്നതാണ്. ചേട്ടൻ ഏഞ്ചൽസ് ആർമിയുടെ മാഗസിൻ എഡിറ്റർ കൂടിയാണ്. ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ സ്വാഗതം. 2 പള്ളി അനുഭവങ്ങൾ. വിദേശത്തുള്ള ഒരു ദേവാലയമാണ്. ദേവാലയത്തിൽ വൈദികൻ കുർബാന തുടങ്ങി. കുർബാനയുടെ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു ശുശ്രൂഷി, വെള്ള ഉടുപ്പൊക്കെ ഇട്ടൊരു കുഞ്ഞു ശുശ്രൂഷി ഭയങ്കര ശ്രദ്ധയോടെ ഭക്തിയാദരവുകളോടെ എടുത്തുകൊണ്ട് വരികയാണ്. എടുത്തുകൊണ്ട് വന്ന വഴി അവൻ്റെ കൈയൊന്ന് വിറച്ച് ആ വീഞ്ഞും വെള്ളവും താഴേക്ക് പതിച്ചു. എല്ലാവരും സ്തബ്ധരായി നിന്നു. നിറച്ച് പള്ളിയിൽ ആൾക്കാരുണ്ട്. കുഞ്ഞ് വിറയ്ക്കാൻ തുടങ്ങി. വൈദികൻ അവനെ നോക്കിയിട്ട് ഊടുപാടെ ചീത്ത വിളിച്ചു. എവിടെ നോക്കിയാണ് കൊണ്ടിരുന്നത്? ഇത്ര പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത്, ഇറങ്ങിപ്പോ, ഇനി മേലെ കുർബാന കൂടെ വന്നു പോരുത്. ആ കുട്ടി അന്ന് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ആ കുഞ്ഞാണ് യുഗോസ്ലാവിയയെ ഭരിച്ച ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യത്തിലൂടെ യുഗോസ്ലാവിയെ നയിച്ചു. യുഗോസ്ലാവിയ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായി തീർന്ന ജോസഫ് ടിറ്റു. അതൊന്നാം ഭാഗം. രണ്ടാമത്തെ പള്ളി അനുഭവം മറ്റൊരു മനോഹരമായ കുർബാന നടക്കുകയാണ്. കുർബാന ഒരു ബിഷപ്പാണ് അർപ്പിക്കുന്നത്. ബിഷപ്പിൻ്റെ നമ്മളും കുഞ്ഞിലേക്ക് ബിഷപ്പിന് വടി പിടിക്കാനും തൊപ്പി പിടിക്കാനൊക്കെ കൊതിയോടെ പോയി ദേവാലയത്തിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് കുർബാന ചെല്ലുമ്പോൾ ബിഷപ്പിൻ്റെ കൂടെ കുർബാനയുടെ ഭാഗമായിട്ടുള്ള ധൂമക്കുറ്റി ആട്ടുന്നൊരു കുഞ്ഞു പയ്യനുണ്ട്. അവനേക്കാൾ വലിയ നീട്ടമുള്ള ധൂമക്കുറ്റിയാണ്. ഇവൻ ധൂമക്കുറ്റി ആട്ടി പിതാവിൻ്റെ അടുത്ത് വന്ന വഴി അവൻ്റെ കാലിൽ തട്ടി ധൂമക്കുറ്റി താഴേക്ക് പതിച്ചു. അതിന് കനൽ താഴെ വീണു. അപ്പോൾ കാർപ്പറ്റൊക്കെ ചെറുതായിട്ട് കരിഞ്ഞ മണമൊക്കെ വന്ന് തുടങ്ങി. ഇവൻ ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഇവൻ വിറച്ച് തുള്ളി പതുക്കെ പള്ളിയുടെ സൈഡിലേക്ക് അങ്ങ് മാറി. ആൾക്കാരതൊക്കെ ക്ലിയർ ചെയ്തു. കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ വിറച്ച് നിൽക്കുകയാണ് ആശീർവാദം മേടിക്കാൻ. എല്ലാവരും വിചാരിച്ചു കുഞ്ഞ് വിചാരിച്ചു ഇപ്പം തന്നെ പിതാവിനെ ചീത്ത വിളിച്ചു, മേലെ കുർബാന കൂടെ വന്നു പോകരുതെന്ന് പറയുമെന്ന്. പിതാവിൻ്റെ അടുത്ത് വന്ന് അവനെ ആശീർവാദം കൊടുത്ത് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ കുഴപ്പമില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ഈശോയുടെ ദേവാലയമല്ലേ, നമ്മുടെ ഈശോയുടെ അൾത്താരയല്ലേ, മോൻ ഇനിയും കുർബാന കൂടാൻ വന്ന് ഇനിയും ധൂമുക്കുറ്റി എടുക്കണം, എന്നിട്ട് ഒരു അച്ഛനാവണം, എന്നെപ്പോലെ ഒരു ബിഷപ്പാവണം. ഈ കുഞ്ഞാണ് പിന്നീട് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഈ കാലഘട്ടത്തിന് പ്രവാചകനായ ബിഷപ്പ് ഫുൾട്ടൻ ജെഷിൻ പിതാവായിട്ട് മാറിയത്. പ്രിയപ്പെട്ടവരെ, ഈ 2 സമാന അനുഭവങ്ങൾ 2 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ മാറ്റമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കഠിനമായ വാക്ക് ഒരാളെ നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും സ്വേച്ഛാധിപതിയുമാക്കിയപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക്, ഒരു നല്ല വാക്ക്, ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് ഒരാളെ സഭ മുഴുവൻ അറിയപ്പെടുന്ന തിരുസഭയുടെ പൊന്നോമന പുത്രനായ ഒരു ബിഷപ്പാക്കി മാറ്റി. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാരവും. നല്ല വാക്കുകൾ എങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ തന്നെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു. നല്ല വാക്ക് എന്ന് പറയുന്നത് ഒരു വാക്കിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായി എന്ന് പറയുന്നത്. ഉണ്ടാവട്ടെ എന്ന സ്വർഗത്തിൻ്റെ വാക്കിൽ നിന്ന് എല്ലാം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല വാക്ക് എന്ന് പറയുന്നത് സുവിശേഷമാണ്. എങ്ങനെ നമുക്ക് സുവിശേഷത്തിന് നാവുകളായിട്ട് നമുക്ക് നമ്മുടെ നാവുകളെ മാറ്റാം, നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ സുവിശേഷം പറയാം, നല്ല വാക്കുകൾ പറയാം, അങ്ങനെ പരസ്പരം എങ്ങനെ നമുക്ക് സുവിശേഷമായി മാറാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് സംസാര വിഷയം. നമുക്കതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങാം. കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ മക്കളുടെ ജീവിതത്തിലൊക്കെ ഈ നല്ല വാക്കിൻ്റെ ഒരു ബലം, വാക്കിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടാവുന്നത്. ഈ വാക്കിൻ്റെ ഒരു ബലം കുടുംബത്തിൽ അനുഭവിച്ച ഏതെങ്കിലും നല്ല അനുഭവങ്ങൾ, സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവെക്കാമോ? അച്ഛാ, എനിക്കൊരെണ്ണം പറയാനുണ്ട്. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു കസിന് ഒരു മാഗസിൻ്റെ എഡിറ്ററാണ്, കാണാനായിട്ട് പറഞ്ഞയച്ചു ഒരു കാര്യം പറയാൻ. അപ്പം ഞാൻ ഈ ഓഫീസ് തപ്പിപ്പിടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ അച്ഛൻ ഫാമിലി മൊത്തം പറഞ്ഞു, യോ അവൾ എന്തൊരു മിടുക്കിയ, അവൾ എന്നെ അന്വേഷിച്ച് പിടിച്ച് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തൊരു മിടുക്കി കുട്ടി, എന്തൊരു കഴിവുള്ള കുട്ടിയാണ്. ഞാനത് കേട്ടൊന്ന് ഞെട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ അത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ ഓർത്ത്, അപ്പം ഞാൻ മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്. ആ ഒരു ഇത് ഞാൻ തന്നെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയവിറക്കി. ഈ പ്രഭാഷകനിൽ പറഞ്ഞു നല്ല വാക്ക് ദാനത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഉറപ്പായിട്ടും. ആ വാക്കിന്റെ ആ ഒരു പവർ, വാക്കിന്റെ ശക്തി. എനിക്കൊരു
എനിക്കൊരു കുഞ്ഞല്ല, എനിക്ക് വലിയൊരു അനുഭവം പറയണ്ട. ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നെ വളർത്തിയ ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ബാല്യകാലത്തൊക്കെ എന്നെ സഹായിച്ച ഒത്തിരി കന്യാസ്ത്രീമാരുണ്ട്. ഒരു CMC മഠത്തിനോട് ചേർന്നായിരുന്നു എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്മമാരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു വചനപ്രഘോഷകനാകാൻ, ഒരു പുരോഹിതനാകാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാല്യത്തിൽ നമ്മുടെ തിരുബാല സഖ്യം എന്ന് പറയുന്ന കുഞ്ഞ് സംഘടന ഉണ്ടല്ലോ, തിരുബാല സഖ്യത്തിലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ നാട്ടിലറിയപ്പെടുന്ന കുഞ്ഞൊന്നും അല്ല, അത്ര വലിയ സാമർത്ഥ്യക്കാരനൊന്നും അല്ല. അപ്പോൾ എന്നാൽ നമ്മുടെ കൂടെ വെച്ച് അറിയപ്പെടുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ തിരുബാല സഖ്യത്തിൽ ആ ഒരു വർഷത്തേക്ക് മുഴുവൻ മത്സരങ്ങൾക്കായിട്ട് ഗ്രൂപ്പ് തിരിക്കുകയാണ് പിള്ളേരെ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചില ചേട്ടന്മാരും ചില ചേച്ചിമാരൊക്കെ വരും, അപ്പോൾ അവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് ഫസ്റ്റ് മേടിക്കണം എല്ലാ മത്സരങ്ങൾക്കും എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രൂപ്പ് തിരിച്ചതിൻ്റെ ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ ഗ്രൂപ്പിൽ ഞാനും കുഞ്ഞു സാധാ കുഞ്ഞുങ്ങളും. നമ്മൾ പ്രതീക്ഷിച്ച് ഈ ചേട്ടന്മാരും ചേച്ചിമാരും കഴിവുള്ളവരെല്ലാം അപ്പുറത്ത് ഗ്രൂപ്പിൽ. അപ്പോൾ ഞാനിങ്ങനെ കനത്ത പ്രതിഷേധമൊക്കെ ആയിട്ട് സിസ്റ്റർ നമുക്ക് ചെല്ലാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ എടുക്കുന്നത്, അമ്മ എന്ത് പരിപാടി കാണിച്ചത്, ഞങ്ങളുടെ അമ്മ എന്താ ഞങ്ങളുടെ രണ്ടാം തരക്കാരായിട്ട് പരിഗണിച്ചാണോ, ഞങ്ങൾ മത്സരങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിയാണോ? ഞാൻ വെച്ച് വലിയ കട്ടിയിലൊക്കെ സംസാരിച്ചു. അമ്മ ഇങ്ങനെ പുറത്തായിട്ട് പറഞ്ഞു, മോനെ നീ ഒരുത്തനുണ്ടല്ലോ അത് മതി, നീ ഒരുത്തനുള്ളതുകൊണ്ടാണ് ബാക്കിയെല്ലാവരും അപ്പുറം വെച്ചിട്ട് നിന്നെ ഒറ്റക്കിട്ടത്. ഇത് എന്തിൻ്റെ പേര് പറഞ്ഞാലും എനിക്ക് ശക്തമായൊരു ബൂസ്റ്റായിരുന്നത്. ആ ഒരു വർഷമൊന്നുമല്ല, തുടർച്ചയായിട്ട് എല്ലാ വർഷങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് നിന്നും കൂട്ടായിട്ട് ആൾക്കാരെ കൂട്ടി നിർത്തി പൊരുതാനായിട്ട് ഭയങ്കര എൻ്റെ ബാല്യത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ പോയിന്റ് അതായിരുന്നു. നന്നായിട്ട് സംസാരിക്കാൻ, സ്റ്റേജിൽ കയറി പ്രസംഗം പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ ഈ സിസ്റ്ററിൻ്റെ വാക്കുകൾ എന്നെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ട് തളർന്നൊക്കെ വരുമ്പോഴത്തേക്ക് സിസ്റ്ററിൻ്റെ വാക്ക് ഉയർന്നു വരും. ഒരാൾ മതി, ധാരാളം മരുന്നിന് ഒരാൾ മതി എന്ന് പറയുന്നത് പോലെ ഇതൊരു ഭയങ്കര ശക്തമാണ്. അങ്ങനെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ? എനിക്കിത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലെ അനുഭവമാണ്. ക്ലാസ്സിൽ സയൻസ് ക്ലാസ്സായിരുന്നു. അപ്പം സൗണ്ട് പഠിപ്പിക്കുമ്പോൾ അവർ ശരിക്കും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം 2 കുട്ടികൾ അവർ ഈ പാളയ്ക്കകത്ത് ഈ സ്ട്രിങ്സ് ഒക്കെ വെച്ചിട്ട് ഗിറ്റാർ അങ്ങനെ 2-3 ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവരെ വിളിച്ച്, ഇവർ ശരിക്കും സ്റ്റഡീസിൽ അത്ര ആവറേജ് ഒന്നുമല്ല, വളരെ മിനിമമാണ്. ഇവരെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഇവരാണ് നമ്മുടെ സ്റ്റാർ. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു ഇത് വായിക്കാൻ പറഞ്ഞു, പ്ലേ ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ ഉപയോഗിച്ചു, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും, വെരി ഗുഡ്, വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ എന്തോ ചെയ്യണം എന്നോടാ. അവർ പറഞ്ഞു ഇവരൊന്ന് ഈ ക്ലാസ്സിൻ്റെ സ്റ്റാറാന്ന് പറഞ്ഞു. തീർന്നില്ല, അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് PTA വന്നു. അപ്പോൾ ഇവരുടെ അമ്മമാരൊക്കെ വന്നു. അപ്പം അമ്മമാർ ഒന്ന് പേടിച്ചൊക്കെ വരണം, നമ്മളെന്തെങ്കിലും കുറ്റം പറയുമ്പോൾ പേടിച്ചേ വരും. അതെല്ലാം PTA എല്ലാവരും വിറച്ച് വരാറുള്ളൂ. അപ്പം ഞാൻ കൃത്യമായിട്ടും PTA വരുന്ന അമ്മമാരോട് ചോദിക്കാറുണ്ട്, ഇവർക്ക് എന്ത് നന്മയാണ് ഉള്ളത്, അതറിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാമല്ലോ. അവരങ്ങ് അമ്പരന്ന് പോകും പെട്ടെന്ന് വയ്ക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, മക്കൾ മിടുക്കരാ കേട്ടോ. അപ്പം ഇവരിങ്ങനെ പേടിച്ച് എന്ത് മിടുക്ക്? ഞാൻ പറഞ്ഞു മിടുക്കെന്നോ, ഇവരിങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ആ ഇടയ്ക്കൊക്കെ അവർ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കുന്ന വെറുതെ അല്ല, ഇത് എഞ്ചിനീയറിംഗ് സ്കില്ലാണിത്, ഇത് എല്ലാവർക്കും കിട്ടുന്ന സ്കില്ലല്ല. ഇത് പറയുമ്പോൾ ഇവരങ്ങ് ഭയങ്കര അമ്പരന്ന് പോയി. ഇതിന്റെ ബാക്കി പത്രം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇവർ സ്റ്റാറാണ്, അതുകൊണ്ട് ഇവർ എല്ലാ കാര്യത്തിലും സ്റ്റാറാന്ന് തുടങ്ങി. പഠനത്തിൽ പതുക്കെ പിക്കി തുടങ്ങി. എല്ലാവരും മുമ്പിൽ സ്റ്റാർ അല്ലേ. അപ്പൊ ആ ഒരു വാക്ക് അവരെ വല്ലാതെ അങ്ങ് ഉയർത്തി, വലിയ സ്വാധീനമായിരുന്നു അത്. മടിച്ചൻ ഇതുപോലെ അനുഭവങ്ങൾ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതുപോലത്തെ ഉള്ള വളർത്തലിന്റെ അനുഭവം ഒത്തിരി ഉണ്ട് അച്ഛാ. ഈ എൻ്റെ മോനിപ്പോൾ ഒരു ആർക്കിടെക്റ്റാണ്. അവൻ പഠിക്കാനായിട്ട് ആവറേജ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, നേരത്തെ പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, ഇവന് നല്ല ആർട്ടിൽ കഴിവുണ്ട് കേട്ടോ. പറഞ്ഞത്? അതെ അതെ. പക്ഷേ അവന് എൻ്റെ മോൾക്ക് നന്നായിട്ട് പാട്ടും അതുമായിട്ട് മ്യൂസിക്കലായിട്ടുള്ള ടാലൻസ് ഉണ്ട്. ഇവന് ആയിട്ടുള്ള ഈ ക്രിയേറ്റീവ് ആർട്ടായിട്ടുള്ള ടാലൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ മേരി പറഞ്ഞു, നമുക്ക് 2 പേരെ മ്യൂസിക്കിന് വിടണം. അപ്പം ഇവന് ഡ്രംസ് പഠിക്കണമെന്നുണ്ട്, അവൾക്ക് മ്യൂസിക്കും. അപ്പം ഞാൻ പറഞ്ഞു അവളെ മ്യൂസിക്കിന് വിടാം, പിന്നെ നമുക്ക് ആർട്ടിൻ്റെ എന്തെങ്കിലും ഒരു ഇതിൽ വിടാം, ഡ്രംസ് അവനെ പഠിപ്പിക്കണ്ട. പിന്നെ മുമ്പിൽ വെച്ചാൽ പറയണ കേട്ടോ, അവന് താളമില്ല. സത്യം പറഞ്ഞാൽ ഈ അടുത്താണ് ഞാനത് റിയലൈസ് ചെയ്തത്, അവൻ എന്തുമാത്രം അത് ഹർട്ട് ഫീലിങ്സ് ആയി. അവൻ ശരിക്കും ഈ അടുത്ത് പോയി ഡ്രംസ് ക്ലാസ്സിനായിരുന്നു 24 വയസ്സായപ്പോഴത്തേക്കും അവന്. അപ്പം അവനത് മിസ് ചെയ്തത്, അന്ന് അവൻ മിസ് ചെയ്തെന്നുള്ളത് എനിക്ക് ഇന്നാണ് ഈ മറുഭാഗത്ത് സന്തോഷിക്കുന്നു. മറുഭാഗത്ത് ഞാൻ സന്തോഷിക്കുന്നു. ആർക്കിടെക്ചർ അത്
ശരിക്കും ആ ഭാഗം അക്കംപ്ലിഷ് ചെയ്തു. മറ്റേ ഭാഗം നമ്മുടെ കുഞ്ഞു വാക്കുകൾ മതി വളർത്താനും തളർത്താനുമുള്ള ഒരു ശക്തി, ഒരു വാളിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പോലെ ഒരു ഒരു ശക്തി ഇതിനുണ്ട്. ഇപ്പം ശരിക്കും എന്ത് ഇൻസ്ട്രുമെൻസും കുട്ടികൾ പഠിക്കണം നല്ലതാണ്. അത് ശരിക്കും ഞാൻ അത് എൻ്റെ ഒരു റോങ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അത് ഞാൻ ഈ വാക്കൊരു വലിയ സാധ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ജീവിതങ്ങളൊക്കെ മാറുന്നത്. എനിക്ക് രസകരമായ അനുഭവം, ഞാൻ തിരുവാത്സക്യം കഴിഞ്ഞിട്ട് ഈ ഞങ്ങളുടെ അവിടെ പിന്നെ ഉള്ളത് CLC KC5 ആണ്. അടുത്ത് നമ്മൾ വളരുമല്ലോ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ് ആവാൻ നോക്കി നിൽക്കുകയാണ്. 7ാം ക്ലാസ്സിൽ തിരുവാത്സക്യത്തിൽ മാറി നമുക്ക് വലിയ ആളാവും, നമ്മളെ ഇടവകയിൽ ഇച്ചിരി വലിയ ആളാവും. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് വെച്ച് തന്നെ തിരുവാത്സക്യത്തിൽ നിന്ന് CLCയിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ഫൊറോന രൂപത മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, മത്സരങ്ങളൊക്കെ പോകാൻ നേരത്ത് നമ്മൾ അപ്പോൾ തിരുവാത്സക്യത്തിൽ പയറ്റി വളർന്നുകൊണ്ട് നമുക്ക് ഇച്ചിരി പേരൊക്കെ ഉണ്ട്. അപ്പോൾ മത്സരങ്ങളൊക്കെ കൊണ്ടുപോകാം. ചേട്ടന്മാർ നമ്മളെല്ലാത്തിനും പേര് എഴുതിയിട്ടേക്കുക. പേര് വായിച്ചപ്പോൾ നമ്മൾ കവിത എഴുത്ത്. ജീവിതത്തിൽ ഞാൻ മാത്രം മലയാളത്തിന് മുഴുവൻ കവിത പോലും കാണാൻ പോലും പഠിച്ചിട്ടില്ല. എനിക്ക് ചില പാഠം ഒട്ടും അറിയത്തില്ല. കവിത എഴുതാൻ വേണ്ടി ഒരു ചെറുകഥ പോലും ഞാൻ എഴുതിയിട്ടില്ല. ചേട്ടന്മാർ എന്തിനും ചേട്ടൻ, ഞാൻ ജിസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ വിദേശത്താണ്. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകം കൂടെ, വലിയൊരു മാതൃകാ പുരുഷനായിരുന്നു. ജിസ് ചേട്ടൻ വന്നിട്ട് പറയുകയാണ്, മോനെ നിനക്ക് പറ്റൂടാ. എന്നിട്ട് എന്നെ കൊണ്ട് തൊട്ടടുത്ത കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ MA മലയാളം പഠിപ്പിക്കുന്ന സാറിനെ കൊണ്ട് സംസാരിപ്പിച്ചേക്കുന്നു. 7ാം ക്ലാസ് പഠിക്കുന്ന എന്നെ കവിതയുടെ ഇൻപുട്സ് കൊടുക്കാൻ വേണ്ടി. ഇവൻ വലിയ കവിയാവുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ മത്സരത്തിന് കൊണ്ടുപോയി. മത്സരത്തിന് കൊണ്ടുപോയപ്പോഴത്തേക്ക് അന്ന് പല മത്സരങ്ങളുണ്ട്. ഞാൻ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയാണ് കവിത എഴുതാനോട് ഓടി വരുന്നത്. ഓടി വന്ന് ഞാൻ കവിത എഴുതുന്ന ഹോളിലേക്ക് കയറി. ഹോളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് കാണുന്ന ഒരു താടിയൊക്കെ തടവിക്കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടൊക്കെ ആൾക്കാർ കവിത വലിയ ബുദ്ധിജീവികളൊക്കെ കവിതകാരിക്കുന്നു. മുടിയൊക്കെ തടവുന്നു. ചില ആൾക്കാർ വലിയ തടിച്ച പുസ്തകത്തിൽ ചാരിയിരിക്കുന്നു. പേന കൊണ്ട് ഇങ്ങനെ ഭയങ്കര പ്രകടനങ്ങളൊക്കെ. ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ആൾക്കാർ വെച്ച് സ്ഥലം മാറിയെല്ലാം വന്നതാണ്. ഞാനങ്ങ് ഓടി കയറി കൈപൊക്കി, സാർ ഒരു പേപ്പർ വേണം, എന്നിട്ട് കവിത എഴുതാൻ. അപ്പോൾ സാറ് പേപ്പർ തന്നിട്ട് അതിന് പേപ്പറിൻ്റെ മേളിൽ തന്നെ കവിതയുടെ സബ്ജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇരുന്നു. വിഷയം ഇച്ചിരി രസകരമായ വിഷയമായിരുന്നു. ഈശോയും 10 കുഷ്ഠരോഗികളും എന്നുള്ളായിരുന്നു വിഷയം തന്നിരുന്നത്. ഞാൻ ചന്നം പിന്നെ 2 പേജ് കവിതയൊക്കെ എഴുതി 10 മിനിറ്റ് കൊണ്ട് 2 പുറം കവിത എഴുതി തീർത്ത്. പിന്നെ വേറെ ഞാൻ ഒന്നിനും കൈവെക്കിട്ടുണ്ട്, സാർ കഴിഞ്ഞു. പുള്ളി അത്ഭുതത്തോട് നോക്കുന്നത്, അത്ഭുത ജീവനെ കാണുന്ന പോലെ 10 മിനിറ്റ് കൊണ്ട് 2 പുറം കവിത വെച്ച് ഞാൻ ഇറങ്ങിപ്പോയി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സെക്കൻഡ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ നിന്ന് താടിയും തടവരുന്ന ആൾക്കാരൊന്നും കിട്ടിയില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ചേഞ്ചിങ് പോയിന്റ് ആയിരുന്നേ. ഞാൻ എന്നിട്ട് +2 എത്തി കഴിയുമ്പോൾ ഞാൻ നന്നായിട്ട് കവിത എഴുതി പറഞ്ഞു. എൻ്റെ ടീച്ചേഴ്സ് പോലും കവിതയൊക്കെ മേടിച്ച് എൻജോയ് ചെയ്യാറ്. നമ്മൾ എഴുതുന്ന കവിതകളൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ കോളേജ് മാഗസിനിലൊക്കെ എഴുതുന്നു. ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ കാര്യമായി. കാരണം ഒരു കുഞ്ഞു വാക്കാ, നിനക്ക് പറ്റൂടാ. ഇത് ഒരു സാധ്യത കാണിച്ചു തരുന്നതാണ്. അങ്ങനെ സാധ്യതയുടെ അനുഭവങ്ങൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒന്ന് പങ്കുവെക്കാവോ? നിറയെ ഉണ്ട്. അതായത് ഏറ്റവും പ്രധാനം, ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ പൊതുവേ ഒരു സ്വഭാവം, അവർ ഒന്നിലും മുൻപോട്ട് വരത്തില്ല. എന്ത് പറഞ്ഞാലും പുറകോട്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നി ഇവർക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്യണമല്ലോ. കാരണം ഇവർക്ക് പറ്റും, ഇവർ മിടുക്കരാണ്. ഇവർ പക്ഷേ ചാൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ പതുക്കെ ഓരോരുത്തരും നോക്കും. ഇപ്പോൾ ഞാൻ ദൈവമേ ഇവരുടെ എന്താ സാധ്യത എനിക്ക് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ ചെറിയ സ്പാർക്ക് കാണും എവിടെയെങ്കിലുമൊക്കെ, അവിടെ പിടിക്കും. അപ്പോൾ ഓരോ മത്സരത്തിനും ഓരോ പ്രോഗ്രാമിനും സെലക്ട് ചെയ്ത് പല ആൾക്കാരെയും വിടും, മാറി വിടും. പതുക്കെ അവർക്കൊരു കോൺഫിഡൻസ് ആയി. ലീഡേഴ്സൊക്കെ ആകുമ്പം ഓരോ മാസവും 2 പേരോ ചാക്ക് ലീഡേഴ്സ് മാറി. അപ്പോൾ എല്ലാവർക്കും ചാൻസ് കൊടുക്കുക. പതുക്കെ കൊച്ചു അസൈൻമെൻറ്റ്സ് കൊടുത്ത് ഇവരങ്ങ് ഫോമായി. ചുരുക്കം പറഞ്ഞാൽ ആ വർഷം കഴിയുമ്പോൾ, അതുപോലെ കോമൺ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഡിസ്കഷൻ, നമുക്ക് എന്തൊക്കെ ചെയ്യണം നിങ്ങൾ പറ, അവരെ കൊണ്ട് തന്നെ പ്ലാൻ ചെയ്യും, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ഞാൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പതുക്കെ അവർ തന്നെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു, അവർ തന്നെ ഐഡിയാസ് പറയുന്നു, ക്ലാസ് എങ്ങനെ വേണം, അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇവർ തന്നെ. ചുരുക്കം പറഞ്ഞാൽ ആ വർഷത്തിൻ്റെ അവസാനം ആ സ്കൂളിലെ ഒരു ബെസ്റ്റ് ബാച്ചായിട്ട് മാറി. മാത്രമല്ല ഇന്ന് ആ സ്കൂളിൽ എന്ത് ഇവൻറ്റ് വന്നാലും ഇവരാണ് ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അവർ പറയും, സാർ ഡൺ ചെയ്തിരിക്കും. ഇതൊരു അപ്പൻ്റെയും അധ്യാപകൻ്റെയും വാക്കാണ് കേട്ടോ. നമുക്കത് തീർച്ചയായിട്ടും ഒത്തിരി വിലമതിക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു പുരോഹിതൻ ഇങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ ശക്തി കാണും ഒരു അപ്പനും അധ്യാപകനായ ഒരു വ്യക്തി ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും. ഈ ഒരു അഭിഷേകം ദൈവം അപ്പന്മാർക്കും പാരൻസിനും അധ്യാപകർക്കും സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ആ ദൈവത്തോട് ചേർന്ന് നോക്കിയാൽ ഓരോ കുഞ്ഞിൻ്റെയും സ്പാർക്ക് കാണാൻ പറ്റും. അതൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ അവൻ കയറി പോകും. അതായിരിക്കാം അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം. ഈ മൂടപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് തന്നെ ഈശോ കാണിച്ചു തന്നെ. ഈശോ പത്രോസിനെ ഇങ്ങനെ വേവർ ചെയ്തിരിക്കുന്ന വിറച്ചിരിക്കുന്ന പത്രോസിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, പത്രോസ് നീ പാറയാവുന്നു. എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പാറ പോയിട്ട് ഒരു കരിങ്കല്ലാണ്, പൂഴിക്കലിൻ്റെ ബലം പോലും ഇല്ല ആൾക്ക്. പോകുന്നിടത്തെല്ലാം മണ്ടത്തരം, വെള്ളത്തിൽ പോയി ചാടി, കർത്താവിനൊപ്പം ചാടി മുങ്ങിപ്പോയി, കർത്താവിനെ തള്ളി പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈശോ പറയാണ്, പത്രോസ് നീ പാറയാവുന്നു. പൊട്ടൻഷ്യാലിറ്റി പറയാണ്, നീ ഇന്നതായിത്തീരും. കർത്താവ് ഉറപ്പിച്ച് പറയാം. ഈ ദിവസങ്ങളിൽ എന്നെ അതിശയിപ്പിച്ചൊരു സംഭവം ഉണ്ടായി.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്കൂൾ കലോത്സവം, സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം കോഴിക്കോട് അവസാനിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി മത്സരത്തിന് പോയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഫാദർ എന്നെ ബ്ലെസ് ചെയ്യണം, ഞാൻ ഞാൻ ഒരു വർഷം ഒരു സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു, ഫാദറിൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാണ് ആൻ, അപ്പോൾ ഫാദർ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം, ഞാൻ കവിത ഇംഗ്ലീഷ് കവിത എഴുത്ത് മത്സരത്തിന് പോവുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ കൊച്ച്, ഞാനന്ന് 6ാം ക്ലാസ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ 4ാം ക്ലാസ് വരെ മലയാളം എഴുതി പഠിച്ച് വന്നിട്ട് ഇംഗ്ലീഷൊക്കെ വളരെ മോശമായിട്ട് എഴുതുന്ന ആ പെൺകുട്ടികളുടെ ബാച്ചിലൊക്കെ ഏറ്റവും മോശമായിട്ട് ഇംഗ്ലീഷ് എന്നൊരു പാവം കുട്ടിയായിരുന്നു. പക്ഷെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. കൊച്ചിന് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ കൊച്ചിന് അങ്ങ് എഴുതി ഒപ്പിക്കാൻ പറ്റുന്നില്ല. കൊച്ചിന് ചോദിക്കുമ്പോൾ ഫാദർ ഞാൻ ഇത്ര നാൾ മലയാളം എഴുതി പഠിച്ചതരാം, എല്ലാവരും എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഞാൻ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം അങ്ങനെയല്ല, നിനക്ക് പറ്റും, നിനക്ക് നല്ല ഇമാജിനേഷൻ കപ്പാസിറ്റി ഉണ്ട്, നല്ല ഇതുണ്ട്, നീ കുറച്ച് എഫേർട്ടിലാണെങ്കിൽ നിനക്ക് നന്നാവാൻ പറ്റും. എൻ്റെ കഴിഞ്ഞ ദിവസം അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ എനിക്ക് എനിക്ക് കലോത്സവത്തിന്, സ്റ്റേറ്റ് കലോത്സവത്തിന് സീനിയർ ലെവലിൽ 2nd എ ഗ്രേഡും കിട്ടി. ഈ കേരളത്തിലെ 2ാമത്തെ കുഞ്ഞായിട്ട് എഴുത്തുകലയിൽ അവൾ മാറി എന്നുള്ളതാണ് ആ മത്സരത്തിൽ. ഒന്നുമല്ലാതെ ചില കുഞ്ഞു വാക്കുകളും ചെറിയ തലോടലൊക്കെ മതി അവരങ്ങ് രക്ഷപ്പെട്ട് ഉയർന്നു പോകാൻ. നല്ല വാക്കിൻ്റെ, പ്രചോദനാത്മകമായ വാക്കുകളുടെ ബലമാണ്. പത്രോസ് നീ പാറിയാവുന്നെന്ന് പറഞ്ഞ പോലെ. മാർട്ടിൻ ചേട്ടൻ അതുപോലത്തെയുള്ള ചില അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇപ്പം നമ്മളൊരു പുതിയൊരാളെ കാണുമ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തടിച്ച ആളാണെങ്കിൽ ഒരിക്കലും നമ്മൾ അയാളോട് അയ്യോ ഇത്തിരി തടി കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറയണതിന് പകരം ഇത്തിരി ഫിറ്റായിട്ടുണ്ട് കേട്ടാ, കൊള്ളാം എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയലല്ല അല്ല, പക്ഷെ അയാൾക്ക് ഒരു വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. അതേപോലെ ക്ഷീണിച്ചവർ പല ടോണിക്ക് കഴിച്ച് നടക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് തടി വെക്കാനായിട്ടുള്ള, കാരണം ഈ ആൾക്കാരുടെ ചോദ്യം ഇതൊക്കെ കൊണ്ടാണ്. ഒന്ന് അവരോട് കൊള്ളാട്ടാ ഇപ്പം നല്ല വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, കുറച്ച് വണ്ണം വെച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് അതൊരു ആശ്വാസ വാക്കാണ്. അങ്ങനെ ആദ്യം കാണുന്ന ആളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറഞ്ഞിട്ട് പലരുടെയും കണ്ണിൽ സ്പാർക്കിൾ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മറ്റൊരു വാക്കുകളുടെ മേഖലയാണ് എനിക്ക് മാട്ടിച്ചൻ തുറന്നു തന്നത്. മറ്റുള്ളവർ നന്മ പറയാൻ പഠിക്കുക. വാക്കുകൾ നമുക്ക് കൈയിരിക്കുമല്ലേ, ചുമ്മാ പോക്കറ്റിട്ട് എന്തിനാ കളയുന്നത്? നന്മ പറയാൻ പഠിക്കുക. ഒരു കൾച്ചറായിട്ട് നമുക്ക് സാധാരണ ഇതൊക്കെ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ കൂടിയിരുന്ന് കുറ്റം പറയും. പക്ഷേ ഞാനൊരു പഴയ തമാശ പറയുന്നുണ്ട്, ബോബിയച്ചൻ്റെ പഴയ തമാശയാണ്. ബോബിയച്ചൻ പറയുകയാണ്, രാത്രി ഇവരെല്ലാവരും കൂടി കൂടിയിരുന്ന് ഇങ്ങനെ അച്ഛന്മാരെല്ലാം കൂടി കൂടിയിരുന്ന് വർത്താനം പറയും. വർത്താനം പറഞ്ഞിട്ട് ഇവർ രാത്രി കുറേ നേരം ഇരുന്നിങ്ങനെ, അപ്പോൾ അച്ഛൻ തമാശയ്ക്ക് പറയും, ഡയറക്റ്റ് എടുത്താൽ വർത്താനം പറയുന്നത്, കാരണം ആരും മിസ് ഔട്ടായി പോകരുത്, എല്ലാവരെ പറ്റി നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തിയിരിക്കണം. ഒരു രാത്രിയിൽ ഒരാൾക്ക് നല്ല പനിയാണ്, അപ്പോൾ ഇവർ രാത്രി പുറത്തു പോകുന്ന വർത്താനം ടെറസിന് മുകളിൽ. അപ്പോൾ ഒരാൾ പനി പിടിച്ച് വിറച്ചിട്ട് എഴുതിട്ട് പോകുന്നില്ല. എല്ലാവരും നീ പോടാ, പനി കൂടും, നാളെ നിനക്ക് പോകണ്ടല്ലേ, ക്ലാസ്സിൽ പോകണം. ഞാൻ പോയിട്ട് വേണ്ടേ നിങ്ങൾക്ക് എന്നെ പറ്റി പറയാനേ, അതുകൊണ്ട് ഞാൻ പോകില്ല പനി കൂടിയാലും. അതാണ്. പക്ഷെ അതിനൊരു കൗണ്ടർ പാർട്ട് നോക്കിയേ, നമുക്ക് നന്മ പറയുന്നൊരു, നമുക്ക് അങ്ങനെ ഒന്നും കണ്ടിട്ട് പോലില്ല. നമ്മൾ ചിരിക്കുന്ന ക്ലബ്ബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചിരി ക്ലബ്ബ്. പക്ഷെ നന്മ പറയുന്നൊരു ക്ലബ്ബ്, നമ്മൾ വൈകുന്നേരം കൂടിയത് കുറ്റം പറയാനുള്ള, നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. കുറ്റം പറയാൻ വേണ്ടി കുറേ പേര് കൂടിയിരിപ്പുണ്ട്. അതല്ല, നമ്മൾ നന്മ പറയുന്നത് അതൊരു നല്ലൊരു ശീലമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ചിലവർക്കത് ഒരു കൃപയാണ്. എന്തിനും നന്മ കാണാൻ പറ്റും. ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ഞാൻ എന്നെ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ എന്തിനും വേണ്ടി നന്മ പറയൂ, എത്ര പൊട്ടായ കണ്ടാലും സിസ്റ്റർ അതിനകത്ത് നന്മ കാണാൻ പറ്റും. അത് ദൈവം കൂടെ വലിയ കൃപയാണ്. അപ്പോൾ ഈ പിള്ളേർ സിസ്റ്റർ ചൊറിയാൻ വേണ്ടി ചോദിച്ചു, സിസ്റ്ററെ എന്നാൽ സാത്താനെ പറ്റി നന്മ പറഞ്ഞേ. പെട്ടുപോയില്ലേ, ഒരു കന്യാസ്ത്രീ സാത്താനെ പറ്റി എന്നാ നന്മ പറയാൻ. സിസ്റ്റർ ഇങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞു, മോനെ സാത്താനുണ്ടല്ലോ എന്തൊരു കഠിനാധ്വാനിയാണ്, അവരെത്ര കാലമായിട്ടൊക്കെ ഒരാളെ പുറകെ നടക്കും, എത്ര വഴികളോട് അധ്വാനിക്കും ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. പകച്ചു പോയില്ലേ, പകച്ചു പോയില്ലേ. അതുപോലെ നമുക്കൊരു നന്മയുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മേഖലകളൊന്നും തുറന്നു തരാമോ? കുറ്റം പറയുമ്പം അത് സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നന്മ പറയുമ്പം കൂടുതൽ നന്മയിൽ വളരാനുള്ള പ്രോത്സാഹനമായിരിക്കും. ഞങ്ങൾ ക്ലാസ് ചെയ്തൊരു കാര്യം ഇതാണ്. കാരണം സാധാരണ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോഴേ തന്നെ കുട്ടികൾ പറയും, സാറേ അത് ആ കൊച്ചിത് ചെയ്തു, ഈ കൊച്ച് എല്ലാം കുറ്റം പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു 2 നന്മ കണ്ടെത്താൻ പറഞ്ഞു. കണ്ടെത്തി, എന്നിട്ടൊന്ന് പറയാൻ പറഞ്ഞു. കൃത്യമായി വെറുതെ പറയരുത്, കൃത്യമായിട്ട് അവരുടെ എന്ത് നന്മയെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? പലർക്കും വലിയ സന്തോഷം. കാരണം സാധാരണ ആരും പറയാറില്ല നന്മ. അതൊരു ശീലമാക്കി പറ്റും. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കുറ്റം പറയുന്ന താല്പര്യമില്ല, എല്ലാ ദിവസവും നിങ്ങൾ ഒരു 2 നന്മയെങ്കിലും കണ്ടെത്തണം. പിന്നൊരു മത്സരമായി ക്ലാസ്സിൽ പരസ്പരം നന്മ പറയണ്ടേ, അതുകൊണ്ട് നോക്കിയെടുക്കും എന്തെങ്കിലും നന്മയുണ്ടോ, ആരാവും നന്മ ചെയ്യുന്നത്. അവരുടെ ഒരു ആംഗിൾ അങ്ങ് മാറി. ഈ കുറ്റം കാണുന്ന ആംഗിൾ മാറിയിട്ട് നന്മ കാണുന്ന ആംഗിളായിട്ട് മാറി. എന്ത് പറ്റി?
അനേകർക്ക് അതൊരു ഭയങ്കര മോട്ടിവേഷനായിട്ട് മാറി. ഈ പറയണമല്ലോ ആള്, അതുകൊണ്ട് നന്മ ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്മ ചെയ്യുന്നതിലൊരു മത്സരമായിട്ട് തന്നെ മാറി. നമുക്ക് വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും എല്ലാവരുടെയും ഓരോ 2 നന്മകൾ വെച്ച് എല്ലാ ദിവസവും പറയുക. എനിക്ക് മറ്റൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്തു. അവരൊരു വലിയ മറ്റേ എന്താ എന്ന് പറയണ ഒരു ചാർട്ടില്ലേ, ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ അവർ ഓരോരുത്തരും അവർക്ക് എന്നെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ അവരെഴുതി. പിന്നെ മേരീനെ കൊണ്ട് എഴുതിപ്പിച്ചു, ചേച്ചിയെ കൊണ്ട് എഴുതിപ്പിച്ചു. പിന്നെ എൻ്റെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ വന്ന എൻ്റെ പാരൻസും മേരിയുടെ പാരൻസും എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവരുടെ മക്കളും ഒക്കെയാണ്. അവരെല്ലാവരും ഇങ്ങനെ എൻ്റെ ഓരോ പോസിറ്റീവ്സ് എഴുതും. ഞാൻ പറയാണ്, ഇപ്പോഴും ഞാൻ ഇത്തിരി ലോ ആയിട്ടുള്ള സമയത്ത് ഞാൻ അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബൂസ്റ്റപ്പ് ആവും, തകർന്നിരിക്കുമ്പോൾ ഭയങ്കര ബൂസ്റ്റപ്പ് ആവും. സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് പൊടിയാണ്ട് എനിക്ക് മടക്കി വെക്കാൻ പറ്റില്ല. അത്ര ഇതേപോലെ തന്നെ അനുഭവം ഞാനിങ്ങനെ ഞങ്ങൾ പഴയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ തന്നെയാണ് പങ്കെടുക്കുന്നവരെ. അപ്പോൾ എന്നെക്കാൾ ഇളയവരുണ്ട്, മൂത്തവരുണ്ട്, പല ഏജിലുള്ളവരുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സാറ് ഞങ്ങളെ കൊണ്ട് ഇതുപോലെ എഴുതിച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് റൗണ്ടിൽ നിൽക്കാൻ പറഞ്ഞു, 2 റൗണ്ടായിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാം ഇറങ്ങി ഒരു പേപ്പറും കൊടുത്തു. അപ്പോൾ നമ്മൾ ആ റൗണ്ട് കറങ്ങി വരുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് വരുന്നവരായിട്ട് അവരുടെ നന്മകൾ എഴുതി പോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാനൊരു 8-10 വർഷങ്ങൾക്ക് ശേഷം അതിനകത്ത് പങ്കെടുത്തൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളിപ്പോൾ കല്യാണമൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുന്ന പ്രായം. അപ്പോൾ അവൾ പറയാണ്, അച്ഛനൊക്കെ അന്ന് എഴുതി തന്ന പേപ്പറുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എൻ്റെ ആ പേപ്പർ പണ്ടേ പോയാൽ ഞാൻ സ്ഥലം മാറി പോയപ്പോൾ എവിടെ വെച്ച് മറന്നുപോയി. പക്ഷെ അവൾ പറയണം, ഇപ്പോഴും ഞാനും സ്വല്പം ഡെസ്പ് ആകുമ്പോഴോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴോ പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കാനൊക്കെ പോയിട്ട് കുറേ സ്ട്രഗിളൊക്കെ അനുഭവിച്ചേ. അന്നേരമൊക്കെ ഞാൻ ബൈബിളിൻ്റെ കൂടെ ഈ പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ പേപ്പർ എടുത്ത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ദൈവം എന്നെപ്പറ്റി ഉദ്ദേശിക്കുന്ന നന്മകൾ. ഇതങ്ങ് എൻ്റെ കണ്ണ് നിറയ്ക്കുകയും എനിക്ക് ഭയങ്കര ശക്തി കിട്ടുകയും ചെയ്യുന്ന അവൾ പറയുന്നത്. ഇതൊരു ഭയങ്കര ഒരു മേഖല തന്നെയാണ്, മറ്റുള്ളവരുടെ നന്മ പറയുക എന്നുള്ളത് അല്ലേ? പക്ഷേ മറ്റൊരു ആംഗിളിൽ നമ്മൾ ഈ പറയാതെ പോകുന്ന വാക്കുകളുണ്ടല്ലോ, നമ്മൾ പറയണമെന്ന് പറയും, പക്ഷേ ഉപേക്ഷയാൽ പറയാതെ പോകുന്ന വാക്കുകൾ. എൻ്റെ ഒരു സുഹൃത്ത് അധ്യാപകൻ പറഞ്ഞാണ്, ഒരു ക്ലാസ്സിൽ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ഒരു മോശമായ CD-കളും കാണുകയും അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് പോയി. അപ്പോൾ ഈ സാർ ഇവനെ ഒന്ന് പേഴ്സണലി വിളിച്ച് മാറ്റിക്കൊണ്ടുകൊടുത്തു. എന്താ മോനെ, എന്ത് പറ്റി നിനക്ക് എന്ന് പറഞ്ഞ് കുറച്ച് സംസാരിച്ചു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഇവൻ പറയാ, സാറിപ്പോൾ എന്നെ ഈ 5-6 മിനിറ്റിനുള്ളിൽ 7 പ്രാവശ്യം എന്നെ മോനെന്ന് വിളിച്ചില്ലേ, എൻ്റെ ഡാഡി എന്നെ മോനെന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി. സാറ് പറയാം, സാറ് ബമ്പരന്ന് പോയി. സാറ് ഡാഡി വിളിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി, കാരണം പുള്ളി ഇത് ഓർക്കുന്നില്ല. അദ്ദേഹം വീട്ടിൽ വന്നു, ഇത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് കെയർ ചെയ്തു. റിസൾട്ട് എന്താണ്? ഭയങ്കര ചേഞ്ച്, ഇവൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം. അപ്പം നമ്മൾ പറയാതെ പോകുന്ന വാക്കുകളുടെ ആ ഒരു നഷ്ടം എത്രമാത്രമാണെന്നുള്ളതേ. പക്ഷെ പല കുട്ടികൾക്കും ഉള്ള ഒരു സ്വകാര്യ ദുഃഖം എന്താണെന്ന് വെച്ചാൽ അവരുടെ നന്മകൾ, അവരുടെ കഴിവുകളെ കുറിച്ച് വീട്ടിൽ ആരും പറഞ്ഞു കേൾക്കില്ല. പക്ഷേ അടുത്ത വീട്ടിലെ കുട്ടി, വേറെ കസിൻ, അവരുടെ നന്മകളൊക്കെ വീട്ടിൽ ഭയങ്കര ബോസ്റ്റ് ചെയ്ത് പറയും. സ്വന്തം വീട്ടിൽ നിന്ന് നന്മ കേൾക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വകാര്യ ദുഃഖം. ഉറപ്പായിട്ടും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് നമുക്കൊരു വലിയൊരു ഉണർത്തുപാട്ടായി മാറട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ എന്തൊക്കെ കൊടുത്ത് വളർത്തുന്നു പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട്, മധുര മൊഴികൾ കൊണ്ട് അവരുടെ ജീവിതങ്ങളെ ഉയർത്തിയെടുക്കുക. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാത്ത, നമ്മൾ എത്ര ആയാലും അത് കൊള്ളാമെന്ന് പറയാത്തതിലുള്ളൊരു സങ്കടം അല്ലേ? അതായത് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നെങ്കിലും അത് കൊള്ളാം എന്നൊരു എൻകറേജ്മെൻറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കുമല്ലോ. എനിക്കൊരു രസകരമായ അനുഭവമുണ്ട്. ഞങ്ങൾക്ക് റീജൻസി എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട്. അതായത് അച്ഛനാവുന്നതിന് മുമ്പുള്ള ഒരു വർഷം ഒരു പ്രായോഗിക പരിശീലനം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആശ്രമത്തിലേക്കോ സ്കൂളിലേക്കൊക്കെ അയച്ചിട്ട് നമ്മൾ അവിടെ ഒരു അച്ഛനും 2 അച്ഛന്മാരുടെ കൂടെ നിന്ന് നമ്മൾ പ്രായോഗികമായിട്ട് പരിശീലനം നേടും. അപ്പോൾ ഞാനതിനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാറൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞാൻ പതുക്കെ കാറിൻ്റെ അടുക്കലേക്ക് പോയി തൊട്ടൊക്കെ നോക്കി. എനിക്കിന്ന് ഡ്രൈവിംഗ് ലൈസൻസിൽ 1 വർഷം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ 1-2 പ്രാവശ്യമൊക്കെ എടുത്തിട്ട് പാളിപ്പോയതുകൊണ്ട് ആരും നമുക്ക് വണ്ടിയും തരത്തില്ല, നമുക്ക് പേടിയും കൂടിയാണ് തൊടാനേ. അപ്പോൾ ഞാനിങ്ങനെ നൊട്ടൊക്കെ നോക്കി, അകത്തൊക്കെ കൊള്ളാൻ കാറെന്നൊക്കെ. അച്ഛൻ, അവിടുത്തെ സുപ്പീരിയച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ജെറിനെ ഓടിക്കാൻ അറിയാവോ? ഞാൻ പറഞ്ഞു, അച്ഛാ ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ട് പിന്നെ 1 പ്രാവശ്യം ഡ്രൈവ് പാളിപ്പോയി. അപ്പോൾ ലൈസൻസ് ഉണ്ട്, താക്കോലപ്പുറം കിടപ്പുണ്ട്, ആ മുറ്റത്തൂടി ഒന്ന് ഓടിച്ചൊക്കെ നോക്ക്, എന്നിട്ട് ഈ മാസം അവസാനം നമ്മളുടെ നമ്മുടെ വീട്ടിൽ പോകുന്നതായിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ഞാൻ കാട്ടാക്കടയാണേ, എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ മിനിമം ഒരു 200-250 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വരണം. ഞാൻ ചിന്തിക്കുക, മൊത്തം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ പോലും 250 കിലോമീറ്റർ മൊത്തം ഓടിച്ചിട്ടില്ല ജീവിതത്തിൽ. അപ്പോഴാണ് ഈ മാസം അവസാനം നമ്മൾ തന്നെ വീട്ടിൽ പോകുന്നത്.
അപ്പോൾ ഞാൻ പിന്നെ അത് എനിക്ക് അദ്ദേഹം എന്നെ അങ്ങ് ട്രസ്റ്റ് എടുത്തേക്കോ. ഒരു വണ്ടി ഓടിച്ച് ഹൈവേ ഒക്കെ ഓടിയൊക്കെ ഇത്ര ദൂരെ 250 കിലോമീറ്റർ പയ്യനെ വണ്ടിയും കൊടുത്ത് അത് കൂടെ വരാം. അച്ഛൻ വണ്ടി ഓടിക്കത്തില്ല, അപ്പോൾ അച്ഛൻ കൂടെ ഇരുന്ന് പോരാ, പുള്ളി റിസ്ക് എടുക്കുകയാണ് അങ്ങോട്ട് നമ്മളെ വെച്ചോണ്ടേ. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര എൻകറേജിങ് ഫാക്ടറായി. എന്നെ സംബന്ധിച്ച് ഇതൊരു ഫ്രണ്ടിൽ വലിയൊരു സംഭവമായിട്ട് കിടക്കാം. ഞാൻ പിന്നെ ഡെയിലി കുറേ നേരം വണ്ടിയെ പോയിരിക്കുന്നു, തിരിക്കുന്നു, വളയ്ക്കുന്നു, പുറത്തെടുത്ത് കൂട്ടുകാരൻ ഞാൻ തന്നെ തപ്പി എടുക്കുക. പിന്നെ എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണല്ലോ അച്ഛൻ്റെ വാക്കൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത്. ഞാൻ കൂട്ടുകാർ അച്ഛന്മാരൊക്കെ വേറെ അച്ഛന്മാരെ വിളിച്ച് വഴി കൂടി ഓടിക്കാം. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് അവിടുന്ന് വണ്ടി ഓടിച്ച് കോട്ടയം 10-20 കിലോമീറ്റർ രാത്രി ഓടിച്ച് തിരിച്ചെത്താൻ പറ്റും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭയങ്കര അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയത്തെ. കാരണം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. ഇതൊരു വാക്കിൻ്റെ ഭയങ്കര ഒരു ശക്തിയാണ്. നമ്മളിങ്ങനെ തകർന്നിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം നമുക്ക് പങ്കുവെക്കാനായിട്ടുണ്ടോ? എനിക്കൊരു ടീച്ചിങ് എക്സ്പീരിയൻസാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു കുട്ടി, എൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞതാണ്. അപ്പം കുട്ടി പിന്നെ അന്ന് ഈ SSLC ആണ്. എല്ലാ വിഷയത്തിനും കൂടെ 12 വിഷയത്തിനും കൂടെ 20 മാർക്കേ ഉള്ളൂ. നമ്മുടെ ഫോൺ നമ്പർ പോലെ ഒരു രക്ഷയില്ല. പക്ഷെ ചേച്ചി പറയാറുണ്ട്, ലക്ഷ്മി ഇപ്രാവശ്യം ജയിക്കും കേട്ടോ. കൊച്ചിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ടീച്ചറിന് ഭയങ്കര വിശ്വാസമാണ്. എല്ലാ ദിവസവും പറയും ലക്ഷ്മി നമ്മൾ ജയിക്കും. ഇത് പറഞ്ഞ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ലക്ഷ്മിയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട, എല്ലാവരും നോക്കി ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ട, എന്തൊരു രസമുള്ള ഹാൻഡ് റൈറ്റിംഗ്. ലക്ഷ്മി ഇതും കൂടെ പഠിച്ചാൽ എന്താ രസമെന്ന് നോക്കണേ. കൊച്ചിന് പതുക്കെ കോൺഫിഡൻസ് ആയി. റിസൾട്ട് വന്നപ്പം കൊച്ചോടി വന്നു, ടീച്ചർ 257 മാർക്ക്, അന്ന് 210 മതി. അത്ഭുതമാണ്, അസാധ്യമായ കാര്യം. ഈ ഒരു വാക്ക് ടീച്ചറിന് വിശ്വാസമായതുകൊണ്ട് കൊച്ചിന് മനസ്സിലായി, ടീച്ചറിന് വിശ്വാസമാണെങ്കിൽ അത് എനിക്ക് പറ്റുമായിരിക്കും. അങ്ങ് വിശ്വസിച്ചു. ആ ഒരു വാക്ക് കൊണ്ടൊരു കൊച്ചിനെ നമുക്ക് ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ പറ്റും. ഒരു കുടുംബം മുഴുവൻ രക്ഷപ്രാപിക്കണം അതിലൂടെയൊക്കെ. ഈ കുറച്ച് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ നന്നായെന്ന് പേരൻസ് പറഞ്ഞാൽ പേരൻസിനൊരു പേടിയുണ്ട്, അവൻ ഇതിലും പുറകിലേക്ക് പോകും. അത് പേടിച്ചിട്ടാണ് പേരൻസ് അത് പറയാതിരിക്കുന്നത്. വിശ്വസിച്ച് പറയുമ്പോഴാണ് അവരിൽ അത് കൂടുതൽ വളർന്നു വരിക. ഉറപ്പായിട്ടും ചിലപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു അനുഭവം, അതായത് എൻ്റെ ഇച്ചാൻ അധികം നന്മയൊന്നും നമ്മുടെ മുഖത്ത് നോക്കി പറയാത്ത ആളായിരുന്നു. പക്ഷേ അതിനും കൂടി അമ്മ കോംപ്ലിമെൻറ്റ് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ കുറേ മത്സരങ്ങൾക്ക് പോയി നിറച്ച് സമ്മാനമൊക്കെ മേടിച്ചിട്ട് ട്രോഫികളായിട്ടും പണ്ട് പ്ലേറ്റൊക്കെ അല്ലേ കിട്ടുന്നത്, നിറച്ച് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കൊണ്ട് മേശപ്പുറത്തിന് അടുക്കി വെക്കും. ഒത്തിരി സമ്മാനം കിട്ടുമായിരുന്നു ബാല്യത്തിൽ. അപ്പോൾ ഞാൻ ഇതെല്ലാം അടുക്കി വെച്ചിട്ട്, അപ്പോൾ പഠനം നമ്മൾ അത്ര സൂപ്പറല്ല, നമ്മൾ ആവറേജ് സ്റ്റുഡൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇച്ചാൻ പഠനം അത്ര മനോഹരമല്ലാത്തതുകൊണ്ട് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പ്രോത്സാഹിപ്പിക്കുന്ന അപ്പനിച്ചിട്ട് മടിയുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൊണ്ട് അടുക്കി അപ്പൻ കാണട്ടെ എന്ന നിലയിൽ അപ്പം വരുമ്പോൾ കാണിക്കാൻ വേണ്ടി മേശപ്പുറത്ത് വെക്കും. അപ്പോൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങുമ്പോൾ അപ്പൻ വന്നിട്ട് ഓരോ സമ്മാനവും എടുത്ത് ഇങ്ങനെ നോക്കുവേ. എന്നിട്ട് പിറ്റേ ദിവസം അമ്മ പറയും, എടാ ഇന്നലെ എൻ്റെ ഇച്ചായൻ വന്നിട്ട് ഇച്ചായൻ എത്ര നേരം സമ്മാനമൊക്കെ നോക്കി, ഞാനെന്ത് സന്തോഷം. ഞാൻ പറയും പിന്നെ എന്നാൽ ഞാൻ നേരിട്ട് പറഞ്ഞുകൂടെ. പക്ഷെ അമ്മ നമ്മൾ കോംപ്ലിമെൻറ്റ്. പക്ഷേ ഇതിനൊരു പ്രധാനപ്പെട്ട ഭാഗം പേരൻസ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ്. നന്മ പറയാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറ, അവരറിയട്ടെ അവരുടെ നന്മ എന്താണെന്ന്, അവരുടെ പൊട്ടൻഷ്യാലിറ്റി എന്താ. അത് അവർക്ക് ഭയങ്കര ഒരു വളർച്ചയ്ക്ക് കാരണമാണെന്ന് ഞാൻ വിചാരിക്കും. കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തോരം ക്രിയാത്മകമായിട്ട് എത്ര മനോഹരമായിട്ട് ലോകം മാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്ര നേരം ഈ കുടുംബത്തോടും മാട്ടുജനോടും ഒപ്പം ഇരുന്നിട്ട് നമ്മുടെ വാക്കുകളുടെ ശക്തിയെപ്പറ്റി പറയുകയായിരുന്നു. വാക്കുകൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു മാറ്റം, ഒരു എനർജി, ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ആദ്യ വചനം മുതൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ വചനങ്ങളുടെയും, കാരണം ഇന്ന് വചനത്തിൻ്റെ വാഹകർ നമ്മളാണല്ലോ, നമ്മളിലൂടെയാണ് ആ ശക്തി തീർച്ചയായിട്ടും പോകേണ്ടത്. ഈ ഭൂമിയിലെല്ലാം മനോഹരമാണ്, നമുക്ക് തമ്പുരാൻ നൽകിയതെല്ലാം മനോഹരമാണ്, നൽകിയ ബന്ധങ്ങൾ മനോഹരമാണ്. നമ്മൾ പലപ്പോഴും ആ മനോഹാരിതയെ പറഞ്ഞ് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു എപ്പിസോഡ് നമുക്കൊരു ഒത്തിരി ഒരു മാറ്റത്തിന് കാരണമാണെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സുവിശേഷം പറഞ്ഞ്, നല്ല വിശേഷങ്ങൾ, മധുര മൊഴികൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മധുരകരമാക്കാം. നമുക്കൊന്നു ചേർന്ന് ഈ ഒരു കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ഈ നിമിഷം കുടുംബം ഒന്നിച്ച് സന്തോഷത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ചേർന്ന് കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാം. എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും നന്ദി പറയാം. തമ്പുരാൻ സൃഷ്ടികർമ്മത്തിൽ വാക്കുകൾ കൊണ്ട് സൃഷ്ടികർമ്മം നടത്തി, ആ നല്ല വാക്കുകൾ എൻ്റെ നാവിൽ നിക്ഷേപിച്ച് ഇന്നും ആ സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചക്കാരനായിട്ട് എന്നെ തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓരോ പ്രായത്തിലുള്ളവരും ഓരോ പദവിയിലുള്ളവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ തമ്പുരാനെ ഞാനും പ്രാർത്ഥിക്കുന്നു, എൻ്റെ നാവുകൾക്ക് അഭിഷേകം തരണമേ, നല്ലത് പറയാൻ അഭിഷേകം തരണമേ. ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കട്ടെ, ഓരോ അപ്പനും അമ്മയ്ക്കും വേണ്ട നാവിൻ്റെ അഭിഷേകം കിട്ടാൻ. ഓരോ അധ്യാപകരും ഓരോ ജോലി സാധ്യതയുള്ളവരും പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള നാവിൻ്റെ അഭിഷേകം കിട്ടാൻ. മക്കൾ പ്രാർത്ഥിക്കട്ടെ, എന്നും നന്മ പറയാൻ, നന്മയുടെ ഒരു വലിയൊരു കൾച്ചർ വളർത്തിക്കൊണ്ടുവരാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബവും തിരുക്കുടുംബമാകും. പരസ്പരം നന്മ പറഞ്ഞ് വിശുദ്ധിയുടെ സംസാരങ്ങളുള്ള, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളുള്ള
ഒരു വലിയ ഒരു അഭിഷേകത്തിന് കുടുംബമായിട്ട് നമ്മുടെ കുടുംബം ഉറപ്പായിട്ട് മാറും. നാവിൻ്റെ മേലുള്ള തഴക്കദോഷങ്ങളുള്ളവർ ഈ നിമിഷം തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. തിരുക്കുരിശിൻ്റെ ശക്തിയാൽ, തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ, സ്വർഗത്തിൻ്റെ അഭിഷേകത്താൽ നാവിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും ഈ നിമിഷം അഴിക്കപ്പെടട്ടെ. എന്തെങ്കിലും തഴക്കദോഷങ്ങളോ മറ്റുള്ളവർ സ്ഥിരമായിട്ട് കുറ്റം പറഞ്ഞ ശീലങ്ങളുള്ളവർ ഈ നിമിഷം തമ്പുരാനോട് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആ നിമിഷം തന്നെ തമ്പുരാൻ നിങ്ങൾക്ക് ആ കൃപ തന്നിരിക്കുന്നു. പരിശുദ്ധമായ മാതാവേ, എല്ലാവരോടും നന്മ പറഞ്ഞവളെ, കൃപകൾ സ്വീകരിച്ചിട്ട് ഓടിച്ചെന്ന് എലിസബത്തിൻ്റെ അടുക്ക ചെന്ന് അവളോട് നന്മയുടെ വലിയ സന്തോഷത്തിൻ്റെ വലിയ സ്തോത്രഗീതം പാടിയവളെ, ഞങ്ങളുടെ നാവിന് വിശുദ്ധി കിട്ടാൻ, നന്മ പറയാൻ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്നു ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ